ഓറോറ ഭയന്ന് പിന്നിലേക്ക് നീങ്ങുമ്പോൾ അവളുടെ കൈ തട്ടി മേശപ്പുറത്തെ വെള്ള ഗ്ലാസ് താഴെ വീഴുന്നു. ഹഡ്സൺ ഓറോറയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. പക്ഷെ അവിടെ ആരുമില്ല. ജനാല തുറന്നു കിടക്കുന്നു. ഹഡ്സൺ തൻ്റെ കയ്യിലിരുന്ന ആ 1824 നാണയത്തിലേക്ക് നോക്കുന്നു. അതിൽ രക്തം കലർന്ന ഒരു പുതിയ വിരലടയാളം തെളിയുന്നു. അത് ഓറോറയുടേതായിരുന്നു. നഗരം ഉറങ്ങുകയാണ്. പക്ഷേ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു പഴയ കെട്ടിടത്തിലെ ലൈറ്റ് മാത്രം തെളിഞ്ഞു നിൽക്കുന്നു. അതൊരു വലിയ ലൈബ്രറി പോലെ തോന്നിക്കുന്ന ലബോറട്ടറിയാണ്. അവിടെ പുസ്തകങ്ങളും വലിയ ടെലിസ്കോപ്പുകളും വിചിത്രമായ സിഗ്നലുകൾ കാണിക്കുന്ന മോണിറ്ററുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഐവി ഒരു മൈക്രോസ്കോപ്പിലൂടെ എന്തോ പരിശോധിക്കുകയാണ്. പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങുന്നു. പെട്ടെന്ന് വാതിലിൽ ശക്തിയായ ഒരു മുട്ട് കേൾക്കുന്നു. ഡോക്ടർ ഐവി വാതിൽ തുറക്കാതെ തന്നെ, ഹഡ്സൺ, നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല. വാതിൽ തുറക്കുമ്പോൾ മഴ നനഞ്ഞു കുതിർന്ന ഹഡ്സണും മൈക്കിളും നിൽക്കുന്നു. ഹഡ്സന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. മുഖത്ത് വലിയൊരു നഷ്ടത്തിന്റെ വേദനയുണ്ട്. ഹഡ്സൺ ഒന്നും മിണ്ടാതെ തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ പഴയ വെള്ളി നാണയമെടുത്ത് ഡോക്ടറുടെ മുൻപിലുള്ള മേശയിൽ വെക്കുന്നു. ഹഡ്സൺ, അവർ അവളെ കൊണ്ടുപോയി. ഡോക്ടർ ഓറോറെ അവർ കൊണ്ടുപോയി. ആ 60 സെക്കൻഡിനിടയിൽ അവൾക്ക് പകരം എനിക്ക് കിട്ടിയത് ഇതാണ്. ഡോക്ടർ ഐവി ഒരു ടോർച്ച് എടുത്ത് ആ നാണയത്തിലേക്ക് വെളിച്ചമടിക്കുന്നു. നാണയത്തിൻ്റെ വക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചുവന്ന വിരലടയാളം കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ഭാവം മാറുന്നു. ഡോക്ടർ ഐവി, 1824. ഈ വർഷത്തിന് വലിയൊരു അർത്ഥമുണ്ട് ഹഡ്സൺ. പക്ഷേ ഈ വിരലടയാളം ഇതാരുടെയാകും? അവൾ ആ നാണയം ഒരു സ്കാനറിൽ വെക്കുന്നു. അടുത്തുള്ള വലിയ സ്ക്രീനിൽ ആ വിരലടയാളം തെളിയുന്നു. അത് ഓറോറയുടേതാണെന്ന് സ്കാനർ സ്ഥിരീകരിക്കുന്നു. പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യം മറ്റൊന്നായിരുന്നു. മൈക്കിൾ, ഡോക്ടർ, ഇത് നോക്കൂ. ആ വിരലടയാളത്തിന് മുകളിൽ ഒരു തരം കറുത്ത പൊടി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇത് ഭൂമിയിൽ കാണപ്പെടുന്ന ഒന്നല്ല. ഡോക്ടർ ഐവി, ഇത് മണ്ണല്ല മൈക്കോ, ഇതൊരു സിഗ്നൽ അവശിഷ്ടമാണ്. ഹഡ്സൺ, അവർ ഓറോറയെ കൊണ്ടുപോയത് മറ്റൊരു സ്ഥലത്തേക്കല്ല, മറിച്ച് മറ്റൊരു സമയത്തേക്കാണ്. ഡോക്ടർ ഐവി ഭിത്തിയിലുള്ള ഒരു വലിയ മാപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതിൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുവന്ന മാർക്കുകൾ ഇട്ടിട്ടുണ്ട്. ഡോക്ടർ ഐവി, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 11:11 കാണാതായ 42 പേരുടെ സ്ഥലങ്ങളാണിത്. അവർക്ക് പകരമായി കിട്ടിയ വസ്തുക്കൾ എന്റെ പക്കലുണ്ട്. ഒരാൾക്ക് പകരം കിട്ടിയത് ഒരു പഴയ താക്കോൽ, മറ്റൊരാൾക്ക് പകരം ഉണങ്ങിയ ഇലകൾ. പക്ഷേ നിനക്ക് കിട്ടിയത് ഈ നാണയമാണ്. ഇതിനർത്ഥം ഓറോറ ഇപ്പോഴും ആ ലോകത്ത് എവിടെയോ ജീവനോടെയുണ്ട് എന്നാണ്. ഹഡ്സൺ പ്രതീക്ഷയോടെ, എനിക്ക് അവളെ തിരികെ വേണം ഡോക്ടർ. എന്ത് വില കൊടുത്തും. ഡോക്ടർ ഐവി, അതിന് നീ ഒരു വലിയ റിസ്ക് എടുക്കേണ്ടി വരും. ഇന്ന് രാത്രി 11:11 നിനക്ക് അവളോട് സംസാരിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ നീ ശ്രദ്ധിക്കണം, അവർ നിന്നെയും തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ലാബിലെ കമ്പ്യൂട്ടറുകളിൽ സിഗ്നലുകൾ ഭ്രാന്തമായി ചലിക്കുന്നു. അടുത്ത ബ്ലാക്ക് ഔട്ടിന് ഇനിയും സമയമുണ്ടെങ്കിലും അവിടെയുള്ള ഒരു പഴയ റേഡിയോയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. അത് ഓറോറയുടെ ശബ്ദമായിരുന്നു. ഹഡ്സൺ, എന്നെ കേൾക്കാമോ? ശബ്ദമുണ്ടാക്കരുത്. അവർ എന്റെ തൊട്ടടുത്തുണ്ട്. ഹഡ്സൺ ആവേശത്തോടെ റേഡിയോയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഹഡ്സൺ, ഓറോർ, നീ എവിടെയാണ്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ ഐവി ഭയത്തോടെ, ഹഡ്സൺ, മിണ്ടാതെ നിൽക്കൂ. നീ സംസാരിച്ചാൽ അവർ കേൾക്കും. ശബ്ദതരംഗങ്ങളാണ് അവർക്കുള്ള പാലം. നീ നിശബ്ദനായിരുന്നേ തീരൂ. റേഡിയോയിലൂടെ ഓറോറയുടെ കിതപ്പും
പിന്നിൽ നിഴലുകളുടെ വിചിത്രമായ ആ ചൂളമടിയും കേൾക്കാം. അറോറ റേഡിയോ. ഹഡ്സൺ, ഇവിടെ വെളിച്ചമില്ല. എല്ലാം കറുത്തതാണ്. നീ ഇങ്ങോട്ട് വരരുത്. അവർ നിന്നെ കാത്തിരിക്കുകയാണ്. പെട്ടെന്നൊരു വലിയ ഇലക്ട്രോണിക് ശബ്ദത്തോടെ റേഡിയോ കണക്ഷൻ കട്ടാകുന്നു. ലാബിലെ ബൾബുകൾ ഓരോന്നായി പൊട്ടിത്തെറിക്കുന്നു. നഗരത്തിൻ്റെ മറുഭാഗത്ത് അത്യാധുനികമായ ഒരു ഓഫീസിൽ ഒലിവർ ഇരിക്കുകയാണ്. വലിയൊരു സ്ക്രീനിൽ നഗരത്തിൻ്റെ പവർ ഗ്രിഡ് അവൻ നിരീക്ഷിക്കുന്നു. ഒലിവർ. ആരാണത്? 1111 അല്ലാതെ ആർ സിഗ്നൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു? അടുത്ത് നിൽക്കുന്ന കമ്മീഷണർ ചാൾസ് പരിങ്ങളോടെ മറുപടി പറയുന്നു. അതൊരു പഴയ ലബോറട്ടറിയിൽ നിന്നാണ് സാർ. ഹഡ്സൺ എന്നൊരു എഞ്ചിനീയർ അവിടെയുണ്ട്. അയാളുടെ അനിയത്തിയെ ഇന്നലെ അവർ കൊണ്ടുപോയി. ഒലിവർ ചെറിയ ചിരിയോടെ. അവൻ അവളുടെ പിന്നാലെ വരും. അത് നല്ലതാണ്. നമുക്ക് പരീക്ഷണത്തിന് പുതിയൊരു ഇരയെ കൂടി കിട്ടും. ചാൾസ്, ആ ലാബ് നിരീക്ഷിക്കൂ. പക്ഷേ അവരെ തടയരുത്. അവരെവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ ഐവി തകർന്ന ഉപകരണങ്ങൾ മാറ്റുന്നു. ഹഡ്സൺ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഹഡ്സൺ. ഡോക്ടർ, നാളെ രാത്രി 11:11 അവർ വീണ്ടും വരും. ഇത്തവണ ഞാൻ തയ്യാറായി നിൽക്കും. എനിക്ക് ആ നാണയത്തിന്റെ രഹസ്യം അറിയണം. 1824 എന്താണ് സംഭവിച്ചത്? ഡോക്ടർ ഐവി. 1824 ഈ നഗരം മൊത്തം കത്തിപ്പോയതാണ് ഹഡ്സൺ. ഒരു വലിയ തീപിടുത്തം. പക്ഷേ ചരിത്രത്തിൽ പറയുന്നത് ആ തീപിടുത്തത്തിന് കാരണം ആകാശത്തു നിന്ന് വന്ന ഒരു മിന്നൽ പിണർ ആണെന്നാണ്. അത് മിന്നലായിരുന്നില്ല, ഒരു സിഗ്നൽ ആയിരുന്നു. ഹഡ്സൺ. അപ്പോൾ അവർ പണ്ട് മുതലേ ഇവിടെയുണ്ട്. മൈക്കിൾ, നമുക്ക് കൂടുതൽ ശക്തമായ സെൻസറുകൾ വേണം. അടുത്ത 60 സെക്കൻഡിൽ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല. ഹഡ്സൺ ആ നാണയം കയ്യിലെടുക്കുന്നു. അവൻ കാണാതെ ആ നാണയത്തിലെ ഓറോറയുടെ വിരലടയാളം പതുക്കെ ചലിക്കുന്നു. അതൊരു വിരലടയാളമല്ല, മറിച്ച് ചലിക്കുന്ന ഒരു ലിവിംഗ് ടിഷ്യൂ പോലെയാണ്. Silence is now our armor. They must not hear you, even your breath, even your own shadow will betray you. Don't make noise, they will hear. A soft whistle is heard. Someone came inside the room. Something I saw, I am seeing. Someone
Someone came.